നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ശരി. അപ്പൊ അർച്ചനയുടെ കാല് പിടിക്കാം, എന്റെ കാല് പിടിക്കാൻ വയ്യ. കാണിച്ചു തരാം ഞാൻ. അവന്തികയ്ക്കും ധനുഷിനും ഇടയിൽ എന്തോ ശത്രുതയുണ്ട്. അവന്തികെ, മോളിങ് വന്നേ. എന്താച്ചാ? അനഘേ, ഈ താലം അവന്തികയുടെ കയ്യിലേക്ക് കൊടുക്ക. താലം വാങ്ങി ആരതി ഒഴിയുമോളെ. ആരതി ഒഴിഞ്ഞ് ഇവരെ അകത്തേക്ക് കയറ്റേണ്ടത് നിന്റെ കടമയാ. ഇതാരതിയല്ല, നിങ്ങളെ രണ്ടിനും ചുട്ടരിക്കാനുള്ള തീയാ. വലതുകാല് വെച്ച് കയറിക്കോ. അവന്തികെ, ആ ബാഗും കൂടി ഇങ്ങെടുത്തു. പ്രാർത്ഥിച്ചോളൂ. ഇനി ഏട്ടത്തിമാരുടെ രണ്ടുപേരുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. അവന്തിക എവിടെ? ഞാനിവിടെ തന്നെ ഉണ്ട്. എന്റെ അനുഗ്രഹമൊന്നും ഇവർക്ക് ആവശ്യമുണ്ടാവില്ല. സ്നേഹ, അവന്തികടുത്തൊരു അനുഗ്രഹം വാങ്ങിക്കേ. ഇവൾ എത്ര കാല് പിടിച്ചാലും ഇവനോടും അവളോട് ഞാൻ ക്ഷമിക്കില്ല. ആ ബാഗും തന്നേക്ക്. സോറി അവന്തിക മാഡം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ശരി. അപ്പൊ അർച്ചനയുടെ കാല് പിടിക്കാം, എന്റെ കാല് പിടിക്കാൻ വയ്യ. കാണിച്ചു തരാം ഞാൻ. അവന്തികയ്ക്കും ധനുഷിനും ഇടയിൽ എന്തോ ശത്രുതയുണ്ട്. അങ്ങനെ ഗൃഹപ്രവേശനം കഴിഞ്ഞു. ഇനി മുറിയിലേക്ക് പോവാം. അർച്ചനെ, ഇവരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വെക്കോളൂ. ഇനിയാ നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. നന്ദേട്ടനും സന്ദീപേട്ടനും ഞങ്ങളോട് ക്ഷമിക്കില്ല ഏട്ടത്തി. കാലം ഉണക്കാത്ത മുറിവുകളില്ലല്ലോ, അങ്ങനെ സമാധാനിക്കാം. അവര് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും നീ അവരുടെ അനിയത്തി തന്നെയാ. അതിന് മാറ്റാൻ പറ്റില്ലല്ലോ.
ഈ അകൽച്ചയൊക്കെ സാവധാനം മാറിക്കോളും. ഞാൻ പോയി അവരോട് മാപ്പ് പറഞ്ഞാലോ? അവരോട് ക്ഷമ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പൊ വേണ്ട. അതിനുള്ള അവസരം വരട്ടെ. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവൂ. ഏട്ടത്തി നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഈ മുറിവുകളൊക്കെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഒരേ വയറ്റിൽ പിറന്നവർക്ക് ഒരുപാട് കാലം അകന്നിരിക്കാനൊന്നും സാധിക്കില്ല. എനിക്ക് അർച്ചന മാഡത്തോട് ഒരു ക്ഷമ പറയാനുണ്ട്. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ട്. മാഡത്തിന് അതൊന്നും വലിയ കാര്യമല്ലായിരിക്കും. പക്ഷെ എന്റെ മനസാക്ഷി എന്നെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഞാൻ മാഡത്തെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, വളരെ റഫായിട്ട് സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെയുള്ള ചിന്തകളൊന്നും എന്റെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയ, ഈ കുടുംബം ഒത്തൊരുമിച്ച് പോവാൻ വേണ്ടിയ. അതിനേക്കാൾ വലിയ ഒരു താല്പര്യവും എനിക്കില്ല. എന്നാലും എന്റെ ഒരു സമാധാനത്തിന്. ഇവിടെ ഇപ്പൊ സമാധാനത്തിന് എന്താ കുഴപ്പം? നിങ്ങൾക്കിവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഇവിടെയുള്ളവര് ധനുഷിന്റെ അച്ഛനും സഹോദരങ്ങളുമോ? അങ്ങനെ ചിന്തിച്ചാ മതി. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അച്ഛന് വേദന ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. ഈ വീടിന്റെ നെടുന്തൂൺ അച്ഛനാ. അച്ഛന്റെ വാക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ മറ്റെന്തും. നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. പിന്നെ ഇന്നു മുതല് ഈ മാഡം എന്നുള്ള വിളി വേണ്ട. അർച്ചന, അത് മതി. ഇതൊരു വല്ലാത്ത അത്ഭുതം തന്നെ. ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുമോ? പറ്റും. അർച്ചനടുത്തേക്ക് പറ്റും. ഏട്ടത്തി തന്നെയാ ഈ വീടിന്റെ ഐശ്വര്യം. ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ വീട്ടിലെ മൂത്ത മകൻ നിങ്ങളാണെന്നാണല്ലോ പറയുന്നേ. പറച്ചിൽ മാത്രമേ ഉള്ളൂ, ആരുടെയും പെരുമാറ്റത്തിൽ അതൊന്നുമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു മൂത്ത മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്കും താല്പര്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവര് രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കുമായിരുന്നു. അതെങ്ങനെയാ? ആ സമയത്ത് മുങ്ങിക്കളഞ്ഞില്ലേ? എന്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അച്ഛൻ അറിയാം. നിങ്ങളെക്കാ കുറച്ചുകൂടെ നട്ടലിന് ഉറപ്പുണ്ട് സന്ദീപിന്. അതുകൊണ്ട് അവൻ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളിൽ ആര് പറഞ്ഞാലും രണ്ടും ഒരുപോലെ തന്നെയാ. അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. അവനെ തിരിച്ചു കയറ്റാൻ തീരുമാനിച്ചതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എതിർപ്പുണ്ട്. അത് നേരത്തെ പറഞ്ഞതുമാണ്. എന്ന് കരുതി അച്ഛന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എന്താ ചോദ്യം ചെയ്താല്? പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുക തന്നെ വേണം. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അവരെ പിടിച്ച് വീടിന് പുറത്താക്കണോ? അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇല്ലാന്ന് എനിക്കറിയാം. എന്റെ ധൈര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ നിനക്ക് പറയായിരുന്നില്ലേ? നിന്റെ അഭിപ്രായം പറയേണ്ട നീയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.